നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്നോ നാളെയോ എന്ന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. അപ്രതീക്ഷിതമായ ഇടുത്തി പോലെയാണ് വെള്ളാപ്പള്ളിയുടെ രംഗപ്രവേശം. ഇതോടെയാണ് മുന്നണികൾ പുത്തൻ തന്ത്രങ്ങൾ പയറ്റാൻ ഇറങ്ങിത്തിരിച്ചത്. തന്ത്രങ്ങളും കുതന്ത്രങ്ങളും കാണാം. ഡെമോക്രസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെള്ളാപ്പള്ളി നരേന്ദ്രമോദിയെ കാണാൻ പോയപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ചോദ്യങ്ങൾ നാലുപാട് നിന്നും ഉയരുന്നുണ്ട്. എന്നാൽ ഏറ്റവും വലിയ ആകാംക്ഷ BJP-കാർക്കാണ്. കേരളത്തിലെ BJP-കാർക്ക് പുല്ലുവില പോലും കൽപ്പിക്കാതെ മോദിയും അമിത്ഷായും കൂടി വെള്ളാപ്പള്ളിയെ വിളിപ്പിച്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന കസേരയും വാഗ്ദാനം ചെയ്ത് തിരിച്ചയച്ചിരിക്കുകയാണല്ലോ. എന്താണ് അവിടെ നടന്നത് എന്ന് പക്ഷേ മുരളീധരനും കൂട്ടർക്കും ഒരു പിടിയുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളിക്ക് പിന്നാലെ കൂടിക്കോളാനാണ് മോദി കൽപ്പിച്ചിരിക്കുന്നത്. എന്തായാലും മുരളീധരൻ എല്ലാം അറിഞ്ഞതായി ഭാവിച്ച് നടപ്പാണെങ്കിലും കെ സുരേന്ദ്രന്റെ തോന്നൽ മറ്റൊന്നാണ്. മോദി 100 രൂപ കൊടുക്കുന്നുണ്ട് എന്നറിഞ്ഞ് അവിടെ പോയതാണത്രേ വെള്ളാപ്പള്ളി. നടേശൻ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടാണ് മോദിയെ കാണാൻ പോയത്. എന്താ മോദി ചെല്ലുന്നവർക്കൊക്കെ കാശ് കൊടുക്കുന്നുണ്ടോ? അതാരൊക്കെയാ വർഗീസേ? പുറത്തൊരു കൂട്ടം തന്നെ ഉണ്ടല്ലോ. അയൽവക്കക്കാരും നാട്ടുകാരും ഒക്കെയാ. ഇന്ന് വരുമെന്നറിയാലോ. സാറിനെ കാണാൻ വന്നായിരിക്കും. ഓഹോ, പാവങ്ങൾ. എല്ലാവർക്കും എന്റെ വക ഒരു 100 രൂപ വെച്ച് കൊടുത്തേക്ക്. അത് വേണോ? നമ്മളൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട് മമ്മൂട്ടിയെ. ശ്രീനിവാസൻ പോയിട്ട് കാവൽ നിൽക്കുന്ന ഒരു 100 റുപ്യ കിട്ടുമെന്ന് പറയുന്നു. അതിന് വന്നതാണ്. ആർക്കോ 100 റുപ്യ കൊടുക്കുന്നു എന്ന് പറയുന്നു. എനിക്കും വേണമെന്ന് പറഞ്ഞു. അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവർക്കും കാശ് കൊടുക്കുന്നുണ്ടോ? ആരാ? ഇവിടെ വരുന്നവർക്കൊക്കെ 100 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. അത് വാങ്ങാൻ വേണ്ടി വന്നാണ്. ഈ 100 രൂപ ഡെയിലി കൊടുക്കുന്നുണ്ടോ? എല്ലാ ദിവസവും ഇങ്ങോട്ട് വരണമെന്ന് അറിയാനാ. വേണ്ട, നടന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. മേൽവാസം തന്നെ അങ്ങോട്ട് അയച്ചുതരാം. വളരെ ഉപകാരം. എന്നെ ഇന്ന് നിങ്ങൾ അംഗീകരിക്കില്ല. നാളെ ഞാൻ മരിച്ചു കഴിയുമ്പോൾ അനുശോചന സമ്മേളനം, പ്രതിമയുണ്ടാക്കൽ, അതൊക്കെ പോട്ടെ. ആ 100 രൂപ കിട്ടിയാൽ എനിക്കങ്ങ് പോകായിരുന്നു. ഇതെന്താ നോട്ടടിക്കുന്ന പ്രസ്സോ? താൻ ചെല്ലി. ഇവിടെ ആർക്കും രൂപയൊന്നും കൊടുക്കുന്നില്ല. അപ്പൊ ആളുകൾ പറഞ്ഞതോ? എനിക്ക് പറഞ്ഞോട് പോയി വാങ്ങി. അല്ല, ഒരു 100 രൂപ കിട്ടിയാൽ ഒന്ന് സ്ഥലം വിടറോ? എന്താ മോദി ചെല്ലുന്നവർക്കൊക്കെ കാശ് കൊടുക്കുന്നുണ്ടോ? എന്തിനാ സാർ? ഇയാളൊരു ശല്യക്കാരനാ. പോരാത്ത നോവലിസ്റ്റും. കുഴപ്പമില്ല, കയറി വരണം മിസ്റ്റർ. എന്റെ നോവല് വായിച്ച ആളായിരിക്കും. നമസ്കാരം, ഞാൻ NP അംബുജാക്ഷൻ, മലയാള നോവലിസ്റ്റ്. 100 രൂപ വേണം അല്ലേ? അങ്ങനെ കേട്ടു. 200 ആയാലും കുഴപ്പമില്ല. വരൂ, തരാം. ആർക്കോ 100 റുപ്യ കൊടുക്കുന്നു എന്ന് പറയുന്നു. എനിക്കും വേണമെന്ന് പറഞ്ഞു. അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവർക്കും കാശ് കൊടുക്കുന്നുണ്ടോ? ഈ മുഖം വല്ലപിടിയുണ്ടോ? സാറ് ഹിന്ദി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? കൊള്ളക്കാരനായിട്ട് കണ്ടതുപോലെ തോന്നുന്നു. എടാ അംബുജാക്ഷ, അത് തന്നെയല്ലേ നിന്റെ പേരിപ്പോഴും? നിന്റെ പഴയ കുട്ടിശങ്കരനാടാ ഞാൻ. ശംഖു, നീയോ? ഭഗവാനെ, ഞാൻ സ്വപ്നം കാണുകയാണോ? എന്റെ പൊന്ന് ശംഖു, എനിക്കൊരു പിടിയും കിട്ടിയില്ല. എന്നോട് ക്ഷമിക്കുക. നീയായിരുന്നു ബോംബെക്കാരൻ ലക്ഷപ്രഭു. നീയായിരുന്നു ഈ മാളിക വിലക്ക് വാങ്ങിച്ചത്. എടാ, നമ്മൾ ഒന്നിച്ച് കളിച്ചു വളർന്നവരല്ലേ. നിനക്ക് എന്നെ മനസ്സിലായി, എനിക്ക് നിന്നെ മനസ്സിലായില്ല. പണത്തിന്റെ കൂടെ നിന്റെ സൗന്ദര്യവും വർദ്ധിച്ചു. അതുകൊണ്ടല്ലേ എനിക്ക് പിടികിട്ടാച്ചത്. 100 റുപ്യ കിട്ടുമെന്ന് പറയുന്നു. അതിന് വന്നതാണ്. ആർക്കോ 100 റുപ്യ കൊടുക്കുന്നു എന്ന് പറയുന്നു. എനിക്കും വേണമെന്ന് പറഞ്ഞു. 100 രൂപയുടേതൊന്നും അല്ലെങ്കിലും അത്രയും കോടി രൂപയ്ക്ക് വേണ്ടിയുള്ള പ്രപ്പോസലാണത്രേ നടേശ ഗുരു മോദിക്ക് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത്. മൈക്രോ ഫിനാൻസിന്റെ പേരിലാണെന്നേ ഉള്ളൂ. മൂന്നാം മുന്നണിയും തെരഞ്ഞെടുപ്പ് പ്രചാരണവുമൊക്കെ പറഞ്ഞു വരുമ്പോൾ രൂപയുമായി ബന്ധപ്പെട്ടതാകും. സംസ്ഥാന BJP-കാരുടെ ആശങ്കകൾ 100 രൂപയെക്കുറിച്ചാണെങ്കിൽ VS-ന്റെ ആരോപണം 100 കോടി രൂപയുടേതായിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനത്തിനായി പലപ്പോഴായി വാങ്ങി വിദേശ ബാങ്കുകളിൽ നിക്ഷേപിച്ചു എന്ന് പറയുന്ന ആ 100 കോടി രൂപയുടേത്. VS ഇപ്പോഴും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 100 കോടി എവിടെ എവിടെ എന്ന്. 100 കോടിയോളം രൂപ കോഴ വാങ്ങിയവരാണ് വെള്ളാപ്പള്ളി നടേശൻ. 20 ലക്ഷം മുതൽ 40 ലക്ഷവും അതിലധികവും രൂപയാണ് ഓരോ ടീച്ചർ നിയമനത്തിനും വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ 100 കോടിയോളം രൂപ. ഇതാ നിന്നെയൊക്കെ ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാത്ത. നീ പോടാ. ഇതിന്റെ വിശദമായ കണക്ക് യോഗം ബോർഡിൽ നടേശൻ സമർപ്പിച്ചിട്ടുണ്ടോ? പണ്ട് ഇതുപോലെ തന്നെ ചിറാപുഞ്ചിൽ വെച്ച് ഒരു പയ്യൻ എന്നോട് ചോദിച്ചു. ആ പണം സ്വിസ് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയല്ലേ ചെയ്തത്? ഞാനിവിടെ ഇല്ലാഞ്ഞില്ല. VS പറയുമ്പോഴെല്ലാം മറുപടി പറയാൻ ഞാൻ പുള്ളിയുടെ ചെലവിന് കഴിയണം. ഞാൻ LC മെമ്പറൊന്നുമല്ലേ. ആ പുള്ളീനെ ആർക്ക് വേണം? പുള്ളി ഏത് ഘടകത്തിലാണ് വർക്ക് ചെയ്യണത്? ഇപ്പോൾ പുള്ളി ഏത് ഘടകത്തിലാണ്? LC-യിലുണ്ടാ, DC-യിലുണ്ടാ, സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ടാ?
സ്വിസ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക് ഇന്ത്യക്ക് പുറത്തുള്ള അന്യരാജ്യങ്ങളിലാണ്. അവിടെ നിക്ഷേപിച്ചാൽ നയാ പൈസ നികുതി കൊടുക്കണ്ട. അങ്ങനെ നികുതിയിൽ നിന്ന് രക്ഷപ്പെട്ട് കൊള്ളയടിച്ച കോഴപ്പണം സംരക്ഷിക്കാൻ മിസ്റ്റർ നടേശൻ നടത്തുന്ന ആത്യന്തം ഹീനമായ ശ്രമത്തെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. ഇനി ഇതുപോലെ കാണിക്കൂ. സത്യമായിട്ടും അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ സദാശിവ മാമന്റെ അടുത്ത് വിളിച്ചു പറയും. സത്യമായിട്ടും കാണിക്കൂല, പറയല്ലേ മാമനോട് എന്നെ തല്ലോട്ടാ. സ്കൂളുകളിലെ നിയമനത്തിൽ നിന്ന് വാങ്ങുന്ന കോഴ വേറെയും ഇതിന്റെ ഒന്നും കണക്ക് യോഗം അക്കൗണ്ടിൽ പെടുത്താതെ ഇപ്പൊ മുഖ്യമന്ത്രിയാകാൻ സംഘപരിവാർ നേതൃത്വത്തെ കണ്ടിരിക്കുകയാണ്. ഇതാ നിന്നെയൊക്കെ ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാത്ത. നീ പോടാ. അദ്ദേഹത്തിന്റെ ഭാര്യ അഖിലേന്ത്യാ വനിതാ സംഘത്തിന്റെ നേതാവും ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രി, അദ്ദേഹത്തിന്റെ മകൻ മറ്റൊരു മന്ത്രിയും എല്ലാമായി സ്വന്തം കുടുംബത്തിന്റെ താല്പര്യം സംരക്ഷിക്കുകയും ഈ കൊള്ള മുതലെല്ലാം ഇവരെ ഉപയോഗിച്ച് സംരക്ഷിക്കാൻ കഴിയുമെന്നാണ് മിസ്റ്റർ നടേശൻ കരുതുന്നത്. പുള്ളി പറയുമ്പോൾ ചോദിക്കുമ്പോൾ ഉടനെ മറുപടി പറയാൻ ഞാൻ പുള്ളിയുടെ ചിലവിലൊന്നും അല്ല. അത് എന്നോട് ചോദിക്കേണ്ട ബോർഡ് മെമ്പർമാരുണ്ട്, എന്നെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളുണ്ട്, യോഗ നേതാക്കന്മാരുണ്ട്, അവർ ചോദിക്കട്ടെ. അല്ലാതെ സ്ട്രീറ്റിൽ കിടക്കുന്നവരെല്ലാം പറയുന്നതിനെല്ലാം ഉത്തരം പറയേണ്ട ബാധ്യത എനിക്കില്ലേ? മിസ്റ്റർ നടേശൻ, പണ്ട് ഇതുപോലെ തന്നെ ചിറാപ്പുഞ്ചിൽ വെച്ച് ഒരു പയ്യൻ എന്നോട് ചോദിച്ചു, മിസ്റ്റർ നടേശൻ, നിങ്ങളുടെ ആ പൂതി നടക്കാൻ പോകുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപ്പുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. CPIM-ന് നല്ല ആശങ്കയുണ്ട്. കോൺഗ്രസ്സുകാരാണെങ്കിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയുമാണ്. SNDP-യും BJP-യും കൂട്ടുകൂടുന്നതോടെ BJP വളരുമെന്നും അങ്ങനെ CPIM തളരുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. സഖാക്കളാണെങ്കിൽ BJP-യെ നേരിടാൻ പലവിധ മാർഗങ്ങൾ തേടുന്ന തിരക്കിലാണ്. നേരത്തെ ആരംഭിച്ച ശ്രീകൃഷ്ണ ജയന്തി, നവരാത്രി ആദി ആഘോഷ പരിപാടികളിലൂടെ ആവശ്യത്തിന് ഗുണം കിട്ടിക്കൊണ്ടിരിക്കുന്നുമുണ്ടല്ലോ. ഇത്തരം കാര്യങ്ങളുടെ പരീക്ഷണശാലയായ കണ്ണൂരിൽ നിന്ന് ഒടുവിൽ MV ജയരാജൻ സിനിമയിൽ അഭിനയിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. എടോ, അഭിനയിക്കാൻ അറിയാവുന്നവരെ സിനിമാക്കാര് കണ്ടുപിടിച്ചോളൂ. ഇതങ്ങനല്ലോ. കുറെ ഫോട്ടോ ഏതെങ്കിലും മാഗസിനിലോട്ട് അയച്ചു കൊടുത്തിട്ട് കുറെ എണ്ണം ഇങ്ങ് ഇറങ്ങിക്കോളൂ സിനിമാക്കാർക്ക് ശല്യം ഉണ്ടാക്കാനായിട്ട്. താൻ എന്താണോ വിചാരിച്ചേ? നാട്ടിൽ കുറെ പന്ന നാടകം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയ സിനിമയിൽ നായകനാവുന്നോ? എടോ, നടനാവണമെങ്കിൽ മിനിമം ഒരു മൂട്ടയുടെ അത്രയെങ്കിലും ബുദ്ധി വേണം. ഇവിടെ ബുദ്ധി. അങ്ങനെ ജയരാജന്റെ ഷോട്ട് റെഡി. ഇനി ടേക്കാണ്. അപ്പോൾ ഷൂട്ടിങ്ങിലേക്ക് കടക്കാം. അതായത് ഇയാളിവിടെ നിൽക്കുന്നു, താൻ പേടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് പറയണം. നെട്ടൂരാണോ നിന്റെ കളി? ഇത് ഞാൻ പറയണം. അതെ, ഈ നിൽക്കുന്ന വില്ലിനോട് ഞാൻ പറയണം. ബന്ധമാണ് ഇങ്ങനെ ഈ പറയുന്ന അക്ഷരസ്ഫുടത പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ചെയ്താൽ പോരെ? അതെ, ഓക്കെ. നെട്ടൂനാണോ നാണോടാ? ടൂനാണോ? ടൂനാണോ നാണോടാ? ടൂനാണോ ഒരു മിനിറ്റ്. ഈ ഹുമ്മ നടത്തോളയോ? ഈ ഹുമ്മ നടത്തോളയോ? ഈ ഹുമ്മ എടുത്തോളാം ഞാൻ പറയാം. പ്രശ്നം. ഓക്കെ, ഹുമ്മ എടുത്ത് മാറ്റിക്കേ. ഹും കളഞ്ഞു. എന്റെ പേരെന്ന് നെട്ടൂരാണ്. അപ്പൊ പറഞ്ഞാ പോരെ? ഹുമ്മ മാറ്റിക്കേ. നെട്ടൂരാണ് കളി. എന്നോടാണോ നിന്റെ കളി? ഇത് പറഞ്ഞാ പോരെ? പിന്നെ അതിനടിക്കുന്നു ടൂണാണോടാ. ശരീരം കൊണ്ട് നമ്മളിൽ നിന്ന് വേർപെട്ടിരിക്കുകയാണ്. അവർ ജീവിച്ചിരിക്കുന്നു എന്നുള്ള തോന്നലാണ്. അവർ ജീവിച്ചിരിക്കുന്നു എന്ന തോന്നലാണ് നിങ്ങൾ കാണുന്ന വിഷാദം. നിങ്ങളിൽ കാണുന്ന ഈ വിഷാദം. സ്നേഹമുള്ള മനസ്സിലെ സ്നേഹമുള്ള മനസ്സിൽ മാത്രമേ ശക്തിയും സമാധാനവും ഉണ്ടാവും. ശക്തിയും സമാധാനവും ഉണ്ടാവും. പതിവ് പോലെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ എം ഡി ആണ്.
അദ്ദേഹത്തെ ആദരവ് ഞാൻ ക്ഷണിക്കുന്നു. ഇനി പറയണ സാർ, എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേ? ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ലേ? നിങ്ങളിപ്പോ പേടിച്ചില്ലേ? ഇല്ലേ? പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു. എന്റെ കഴിവ് തെളിയിക്കാൻ ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? ഇത്ര നന്നായി അഭിനയിച്ചിട്ടും ജയരാജന്മാരെ കുറിച്ച് ആരും നല്ല രണ്ട് വാക്ക് പറയില്ല. കണ്ണൂർ രാഷ്ട്രീയത്തിലുണ്ടാകുന്ന ഓരോ നീക്കവും അപ്പോൾ തന്നെ ശത്രുക്കൾ പതിവായി പൊളിച്ചു കളയുകയാണ്. ശ്രീകൃഷ്ണ ജയന്തിയുടെ കാര്യം തന്നെ എടുക്കുക. എന്തൊക്കെയാണ് ഈ BJP-ക്കാർ ഇപ്പോഴും പറഞ്ഞു നടക്കുന്നത്? സകലരെയും ആരോപണങ്ങളുടെ മുൾമുനയിൽ നിർത്താറുള്ള കെ സുരേന്ദ്രനും ഇപ്പോൾ ഈ ജാതി കാര്യങ്ങളിലാണ് താല്പര്യം. ശ്രീകൃഷ്ണ ജയന്തിക്ക് ഫ്ലോട്ടുകൾ ഉണ്ടാക്കാൻ ജയരാജന്മാർ ആശങ്കപ്പെട്ടതിന്റെ കഥ സുരേന്ദ്രൻ പറയുന്നതും വിശദീകരിക്കുന്നതും അങ്ങനെയാണ്. സഖാക്കളെ തീരുമാനിച്ചു. അപ്പോൾ അവൈലബിൾ പോളിറ്റ് ബ്യൂറോയിൽ ആൾക്കാർ ചോദിച്ചു, അല്ല ഈ ഫ്ലോട്ടുകളൊക്കെ ഉണ്ടാക്കണമല്ലോ, എന്താ വഴി? ഇവർക്ക് ഈ ഫ്ലോട്ടുകളൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, കാരണം നമ്മളിത് കുറേ തുടങ്ങി. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഫ്ലോട്ടുകൾ ഉണ്ടാക്കാൻ അധികം കഥാപാത്രങ്ങളെ ഒന്നും അന്വേഷിച്ച് പോകണമെന്നില്ല, ഒരു 2 ഫ്ലോട്ടിനൊക്കെ ഉള്ള ആൾ നമ്മളെ കൂടെ തന്നെ ഉണ്ട്, അവരെ ലോറിയിൽ കയറ്റിയാൽ മതി. ആരൊക്കെയാ? EP ജയരാജൻ, ജരാസന്ധൻ, ശ്രീമതി ടീച്ചർ, പൂതന, ശൈലജ ടീച്ചർ, താടക, യമരാജൻ നമ്പർ 1, ദുര്യോധനൻ, മറ്റേ ശുംഭൻ യമരാജൻ, അത് ദുശാസനൻ. ഇവരെല്ലാം കൂടി ഒരു ലോറിയിൽ കയറ്റിയാൽ ഒരു ഫ്ലോട്ടിനുള്ള ആളായി. അങ്ങനെ ചേലയൊക്കെ ഉടുപ്പിച്ച് നീലം മുക്കി, നല്ല സൂപ്പർ വൈറ്റ് വാങ്ങി മുക്കി, ഉജാല വാങ്ങി മുക്കി, ചേലയൊക്കെ ഉടുപ്പിച്ച് കണ്ണൊക്കെ എഴുതി മയിൽപ്പീലിയൊക്കെ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലം എന്ന് പറയുന്ന പിണറായിയിലെ പാറപ്പുറത്താണ് പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണ ജയന്തി. സംഗതി എന്തായാലും CPIM വെള്ളാപ്പള്ളിയെയും BJP-യെയും നേരിടാൻ ശക്തമായി തന്നെ ഇറങ്ങിത്തിരിച്ചു. അതിനി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം പോലെ ആകാതിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ വെള്ളാപ്പള്ളിയെ തൊടാതെ നടക്കുന്ന കോൺഗ്രസുകാരുടെ നിലപാട് എന്താണ്? അതൊരിടവേള കഴിഞ്ഞ്. ഒരാൾക്കല്ല നിലമ്പൂർ പറ്റും, അതുകൊണ്ട് ഞാനായി, അത്രയല്ലേ ഉള്ളൂ. നിലമ്പൂർ തന്നെ എന്നെക്കാൾ കഴിവുള്ള ആളുകളുണ്ട്. ഇപ്പൊ ഇവിടെ ഒന്നും ഇല്ലട്ടോ.